നമസ്കാരം. രണ്ട് വിശേഷപ്പെട്ട മാലകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ മാലകളാക്കുന്നു. അതിൽ ആദ്യത്തെ മാല മുല്ലപ്പൂ മാലയാണ്, രണ്ടാമത്തെ മാല തുളസി മാലയാകുന്നു. ഈ രണ്ട് വിശേഷപ്പെട്ട മാലകളിൽ ഒരു മാല നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു മാല തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെയോ കുടുംബദേവതയുടെയോ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ മാലയായ മുല്ലപ്പൂ മാലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കുടുംബത്തിന് വേണ്ടി കഷ്ടതകൾ യാതനകൾ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക്, കുടുംബത്തിലെ അംഗങ്ങളുടെ സന്തോഷങ്ങൾക്ക് പലവിധ കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഇവർ. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കുവാൻ യാതൊരുവിധ സങ്കോചവുമില്ലാത്ത വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പരാമർശിക്കാം. ഇവർ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കുകയും അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പുതിയ വ്യാപാരങ്ങൾ, പുതിയ രീതിയിലുള്ള തൊഴിലുകൾ നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്ന് ചെയ്യുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പരാജയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റുള്ളവരുടെ ഇടപെടലുകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പലപ്പോഴും മറ്റുള്ളവർ മൂലം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയും പിന്നീട് അതിൽ നിങ്ങൾക്ക് വളരെയധികം വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സന്താനങ്ങളാൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചെറിയ പിഴവുകൾ പോലും നിങ്ങൾക്ക് സംഭവിക്കാം. എന്നാൽ ആ പിഴവുകൾ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്നതുമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുമോ എന്ന ചിന്ത, ആശങ്ക നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കാരണം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നാൾക്കുനാൾ നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഏറ്റെടുക്കുന്നതായ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാകുന്നു. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ
സഹോദരങ്ങളെ സഹായിക്കുക, തിരികെ സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ മാലയായ തുളസി മാലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ, കർമ്മങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയ സാധ്യത വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. ബുദ്ധി കൂർമ്മത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. ബുദ്ധി കൂർമ്മതയോടെ എല്ലാ കാര്യങ്ങളെയും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. പല മത്സരങ്ങളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മത്സര വിജയം നിങ്ങൾക്ക് അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ്. അത് കുടുംബഭൂമിയാകാം, ആഗ്രഹിക്കുന്നതായ മറ്റു കാര്യങ്ങളാകാം. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്നും വരാവുന്നതാണ്. പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്, എന്നാൽ പലപ്പോഴും അത് പരിഹരിക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പല പ്രശ്നങ്ങളെയും രമ്യതയിൽ പരിഹരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിലും അമിതമായ ആത്മവിശ്വാസം ചില കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിനയായി തീരുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഭൂഷണമല്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. ദാമ്പത്യ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ചില തർക്കങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് തേടി വരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വിവാഹ കാര്യത്തിൽ തീരുമാനത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ കുടുംബത്തിന്റെ അനുകൂലമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായി വരികയും അതിൽ നിങ്ങൾ വിജയം കാണുകയും ചെയ്യേണ്ടതായി വരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതുതായി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാകുന്നു. എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ചെറിയ പിഴവുകൾ പോലും നിങ്ങൾക്ക് തിരിച്ചടികളായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം.